ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എന്താ ഇങ്ങനെ ഒരു പാത്രമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, ഇലയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ചക്കപ്പഴം ഉണ്ടായിരുന്നേ, കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. കുറച്ച് ചക്കപ്പഴം പഴമായിട്ട് തിന്നു, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇന്നങ്ങനെ ഇരുന്നപ്പം വിചാരിച്ചു ഇതിനെ 4 മണിക്ക് ചായയ്ക്ക് ഒരു കടിയാക്കി കളയാം, ഒരു ചക്കപ്പഴം അടയുണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചു. കളയാം എന്നല്ല കേട്ടോ, ഉണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴേ അത് നിങ്ങളെ കൂടി ഞാൻ എങ്ങനെയാണ് ചക്കപ്പഴം അടയുണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തന്നേക്കാം. ഒത്തിരി പേർക്ക് അറിയാത്ത പുതിയ വീട്ടമ്മമാരൊക്കെ കാണുമല്ലോ. അപ്പോൾ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഒരു ചക്കപ്പഴം അടയുണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ചക്കപ്പഴം വരിക്ക ചക്കപ്പഴമായിരുന്നേ, അത് ഞാൻ അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തു. അതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് മാവ് കുഴച്ച് റെഡിയാക്കി ഇവിടെ ഇങ്ങനെ വെച്ചത് കൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. അത് ഞാൻ റീലായിട്ട് പിടിച്ചിട്ടുണ്ട്, അത് വിടുന്നുണ്ട്. ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ചക്കപ്പഴം ആദ്യം എന്തെല്ലാം പണിയുണ്ടല്ലേ ഈ ചക്കപ്പഴം അടയൊക്കെ തിന്നണമെങ്കിൽ. തിന്നുമ്പോൾ നല്ല രുചിയാണ്, തിന്നുന്നവർക്ക് നല്ല രസമാണ്. ഇത് ഉണ്ടാക്കുന്നവരുടെ കഷ്ടപ്പാടേ, കൂടാൻ ആളുണ്ടെങ്കിൽ എല്ലാവരും രസമാണ്. ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പം ഭയങ്കര കഷ്ടപ്പാടായിട്ട് തോന്നും. എന്തൊക്കെ സ്റ്റെപ്സ് താണ്ടിയാണ് ഈ ചക്കപ്പഴം അടിയിലേക്ക് നമ്മൾ എത്തുക അല്ലേ. ചക്കപ്പഴം വെട്ടി ഉരിഞ്ഞ ചകണിയും കുരുവെല്ലാം കളഞ്ഞ് ചുളയെ വൃത്തിയാക്കിയെടുത്ത് അതിനെ അരിഞ്ഞ ജാറിലിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു തേങ്ങ ചിരണ്ടിയത് ഇട്ടു, 3 ആണി വെല്ലം ചീകിയിട്ടു. വലിയ വെള്ളമൊന്നും കുടിച്ച ചക്കപ്പഴമല്ല, എങ്കിലും അല്പം മധുരം കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് 2-3 ആണി വെല്ലവും കൂടെ ചേർത്ത്. അത് മധുരം നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കാം, അല്ലെ പഞ്ചസാര ചേർക്കാം, ഇഷ്ടമുള്ളത് ചേർക്കാം. എൻ്റെ അടുത്ത് വെല്ലം ഉണ്ടായിരുന്നു, ഞാനത് ചേർത്തു. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകവും ഒരു 10-12 ഏലക്കായും കൂടെ പൊടിച്ച് ആ പൊടി ഇതിലേക്കിട്ടു. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ടു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ചക്കപ്പഴം, തേങ്ങ, വെല്ലം, ഏലക്കായും ജീരകവും പൊടിച്ചത്, ഒരു നുള്ളുപ്പ്, അത്രയും കൂട്ടി ഒരു തേങ്ങ, അത്രയും കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എടനയില എന്ന് പറയുന്ന ഒരു ഇലയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ തനതായ രുചി, ടേസ്റ്റ്. ഇപ്പം എനിക്ക് ആ ഇല കസ്റ്റഡിയിലില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വാഴയില എടുത്ത് കീറി, നമ്മൾ സാധാരണ അടയുണ്ടാക്കിയാലേ അതുപോലെ വാഴയില എടുത്ത് കീറി അല്പം ഒന്ന് വാട്ടി. അല്ലെങ്കിൽ നമ്മൾ ഈ മാവ് അതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ ഉണ്ടല്ലോ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടി, എന്നിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഇതെടുത്ത് ഓരോ ഉരുളയായിട്ട്, ഒരുപാട് വലിയ അട വേണ്ടല്ലോ, ഇത് മാവ് കുറച്ചേ ഉള്ളൂ. ഒരുപാട് വലിയ അടയാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എണ്ണം കുറയും അല്ലേ. അപ്പം എല്ലാവർക്കും 2 ചെറിയ അട വീതമൊക്കെ കൊടുക്കണ്ടേ ചായയ്ക്ക്. അല്ല വലുതാണെങ്കിൽ 1 കൊടുത്താൽ മതി. എന്നാലും അതിൻ്റെ ആ ഒരു കെട്ടും മട്ടും ഒക്കെ അങ്ങ് മാറും, രുചി മാറിയല്ല. എങ്കിലും ഞാനിതാ നല്ല ചെറിയ അടയായിട്ട് പരത്തിയിട്ടുണ്ടേ. ചെറുതാണ്, നമുക്ക് കനം കുറച്ച് പരത്തുമ്പോഴാണല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടുക. കപ്പച്ചെമ്പിൽ ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. ക്രിസ്ത്യൻസിന് അറിയാം, പെസഹായുടെ ഇൻട്രിയപ്പൊക്കെ പുഴുങ്ങുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് അല്ലേ. കണ്ടോ, നല്ല അടയെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോഴത് പരത്തുന്ന സമയത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം നമുക്ക് അല്ലേ. നമുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഈ ചാനൽ കുടുംബത്തിൽ 887 സബ്സ്ക്രൈബേഴ്സായി. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഒന്നും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് പറയാറില്ല, വിട്ടുപോകാറുണ്ട്. അത് പറയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ചിലപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവും, അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനിതൊരു ടൈം പാസ്സായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാം എന്ന് വിചാരിക്കുകയാണ്. പെൻഷൻ പറ്റി വെറുതെ ഇങ്ങനെ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി വേണ്ടേ. അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പെട്ടെന്ന് വാർദ്ധക്യമായി എന്ന് സ്വയം ചിന്തിച്ച് മനസ്സ് മുരടിച്ച് ആരോഗ്യം ക്ഷയിച്ച് അങ്ങനെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള വിചാരത്തിൽ ഒരു ചാനൽ തുടങ്ങിയതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ
എൻ്റെ അറിവിനനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി എന്ന് പറഞ്ഞ പോലെ മെല്ലെ മെല്ലെ കയറി വരട്ടെ. 1, 2 ഒക്കെ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ 1, 2 അങ്ങനെ മെല്ലെ മെല്ലെ ചുവട് വെച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. നിങ്ങളൊക്കെ മനസ്സ് വെച്ചാൽ കുറച്ചും കൂടി ചിലരെ വീഡിയോ കാണുമ്പോൾ, അതിപ്പോൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും ചിലപ്പോഴങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ യൂട്യൂബ് എടുത്ത് സ്ക്രോൾ ചെയ്ത് വീഡിയോ കണ്ടുപോകുമ്പോൾ ചിലപ്പോഴൊക്കെ എല്ലാം ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുകയില്ല, നമ്മൾ കാണും, അങ്ങനെ പോകും. അതുപോലെ തന്നെയല്ലേ എൻ്റെ ചാനലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കുറച്ചെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കെപ്പോഴും മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണമല്ലോ എല്ലാ കാര്യത്തിലും, അല്ലേ? നമ്മളൊക്കെ ഒരു സമൂഹ ജീവിയല്ലേ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും എപ്പോഴും പരസ്പരം ഹെൽപ്ഫുള്ളായിരിക്കണം, സപ്പോർട്ടിങ് ആയിരിക്കണം. അങ്ങനെയല്ലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് സപ്പോർട്ടിങ് ആയിരിക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യൂ, ഞാൻ ഇതുപോലെ നല്ല അടയൊക്കെ ഉണ്ടാക്കി തരാം. എൻ്റെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോരെ, നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിക്കാം. ഒരുപാട് എണ്ണമൊന്നും തരുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരുപാട് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെയൊക്കെ തരാം കേട്ടോ. ഞാൻ പുഴുങ്ങുമ്പോഴൊക്കെ ഓടി വരണം, അല്ലേ തീർന്നു പോകും. പിന്നെ ഞാൻ ഇതൊക്കെ കാണിച്ച് പുഴുങ്ങി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും അടയൊക്കെ വീട്ടിലുള്ളവർ തിന്നിട്ടുണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഇനി ഓടി വന്നാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരികയല്ലേ. അങ്ങനെ വന്നില്ലെങ്കിൽ എന്നോട് പിണക്കമൊന്നും തോന്നണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ സാമൂഹികമായ കാര്യങ്ങൾ, എൻ്റെ അധ്യാപന ജീവിതത്തിലെ അനുഭവ സമ്പത്തുകൾ, സഹപ്രവർത്തകർ, കുട്ടികൾ, പേരൻസ് ഒക്കെ ആയിട്ട് ഇവരുമൊക്കെ ആയിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് രസകരങ്ങളായ അനുഭവങ്ങൾ, സങ്കടകരങ്ങളായ അനുഭവങ്ങൾ, ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ, അസ്വസ്ഥതയുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ പറഞ്ഞു കേൾപ്പിക്കാം കേട്ടോ. ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനെല്ലാം ഷെയർ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, സിനിമാ രംഗത്തെ കാര്യങ്ങളൊക്കെയല്ലേ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും, ഏതൊരു വാർത്ത ഉണ്ടായാലും അത് സോഷ്യൽ മീഡിയ വഴി ക്ഷണനേരം കൊണ്ട് ലോകമെമ്പാടും എത്തുന്നുണ്ട്, അല്ലേ? പിന്നെ ആ വിഷയത്തിൻ്റെ തീവ്രത അനുസരിച്ച്, കാഠിന്യമനുസരിച്ച് അത് ദിവസങ്ങളോളം ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെടും. സോഷ്യൽ മീഡിയകളിൽ അത് മാത്രമായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓരോ കാര്യങ്ങളും വരുമ്പോൾ ഞാനും എൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കാം. കുടുംബത്തിലുള്ളവരുമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് നല്ലതാണല്ലോ. കുടുംബാംഗങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും അത്രയും മതി, ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടാം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. അപ്പോഴേക്ക് ഞാൻ എൻ്റെ അട പരത്തിക്കഴിഞ്ഞു. ദേ ഏറ്റവും ലാസ്റ്റത്തെ ചെറിയ അട ഇത് കണ്ടോ. പണ്ട് അപ്പം ചുടുമ്പോഴേ മക്കൾ പാതകത്തെ കയറി ഇരുന്ന് അല്ലെങ്കിൽ എളി വെച്ചോണ്ടൊക്കെ നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് മാവും കൊണ്ട് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെറിയ അപ്പം ചുട്ടു കൊടുക്കും. ഉണ്ണിയപ്പം, മറ്റേ ഉണ്ണിയപ്പം അല്ല, എണ്ണയ്ക്കകത്തിട്ട് എടുക്കുന്ന ഉണ്ണിയപ്പം അല്ല, അപ്പത്തിൻ്റെ തന്നെ മാവ് കൊണ്ട്, വെള്ളയപ്പത്തിൻ്റെയോ കള്ളപ്പത്തിൻ്റെയോ ഒക്കെ മാവ് കൊണ്ട് തന്നെ ഉണ്ണിയപ്പം, ചെറിയ വട്ടത്തിലപ്പം ചുട്ട് അവരെ സന്തോഷിപ്പിക്കും. അതുപോലെ ലാസ്റ്റ് മിച്ചം വന്ന മാവ് കൊണ്ട് ഒരു ചെറിയ അട വരുത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എൻ്റെ അട വെന്തു കേട്ടോ, ഇലയട വെന്തു. ഇത് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഒരു 20 മിനിറ്റ് സമയം ആവി വന്ന്, അപ്പച്ചെമ്പിലെ അരിപ്പത്തട്ടിൽ ആവി വന്നതിന് ശേഷം അട പെറുക്കി വെച്ചിട്ട് 20 മിനിറ്റ് വേവിക്കാൻ വിട്ടു. അതിലൊരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു. പിന്നത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തു. അട അപ്പച്ചെമ്പിനകത്ത് അടുക്കി വയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇങ്ങനെ ഒന്നിച്ച് അട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആവി മുകളിലോട്ട് വരികയില്ല.
ചെരിച്ചും തിരിച്ചും ഒക്കെ വെച്ചാലേ ആ ഹോൾസിൽ കൂടി ആവി വന്ന് എല്ലാ അടയും കൃത്യമായി വേവുകയുള്ളൂ. പിന്നെ ഇത് ഞാൻ അധികം കട്ടിയില്ലാതെയാണല്ലോ പരത്തിയത്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാം കാണിച്ച് കൊതിപ്പിച്ച് ഇപ്പം ഞാൻ ആദ്യം ഒരു ചെറിയ അട ലാസ്റ്റ് പരത്തി കാണിച്ചില്ലേ, അതെടുത്തിട്ടൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. എല്ലാവരും കൂടി എത്തിയിട്ട് ചായ വെച്ചിട്ട് വേണം ബാക്കി അടയെല്ലാം എടുത്തെല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കാനായിട്ട്. എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കുമ്പോഴാണല്ലോ നമുക്കൊരു സംതൃപ്തി. ഇതാണ്ടോ ചെറിയ അട, അതിനെ ഞാൻ ആദ്യം അങ്ങോട്ട് കഴിച്ച് നോക്കാം. ടേസ്റ്റ് അറിയണമല്ലോ, നമ്മൾ ഉണ്ടാക്കിയതിന് ടേസ്റ്റ് അറിയണ്ടേ, എന്നിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. നല്ല ചൂടുണ്ട്, പാകത്തിന് മധുരമുണ്ട്. മധുരം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പലർക്കും പല അളവാണല്ലോ. ഇത് ഇവിടുത്തെ പാകത്തിന് മധുരമുണ്ട്, ഏലക്കായുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഒരുപാട് അരിപ്പൊടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഹാർഡായിട്ടിരിക്കും അട. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടിരിക്കണം മാവ്, ഒരുപാട് ലൂസാകരുത്, ഇലയിലല്ലേ. അല്ലെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടെ ലൂസാക്കി കുഴച്ചാൽ പ്ലേറ്റിനകത്ത് വട്ടയപ്പം പുഴുങ്ങുന്ന പോലെ കോരി ഒഴിച്ചും പുഴുങ്ങാം. ഇലയിലാവുമ്പോൾ നമുക്ക് ഒരുപാട് ലൂസ് വേണ്ട, എന്നാൽ ഒരുപാട് ഹാർഡായിട്ടിരിക്കാനും പാടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മയമുണ്ട്. ഇനി ഈ വർഷം ചക്കപ്പഴം ഉള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. ഇല്ലെങ്കിൽ അടുത്ത വർഷം ചക്കപ്പഴം ആകുമ്പോൾ, ഇപ്പോൾ പിന്നെ 365 ദിവസവും കായ്ക്കുന്ന പ്ലാവും കാര്യങ്ങളൊക്കെ ഉള്ള കാലഘട്ടമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നല്ല ചക്കപ്പഴം അടിയാണ് കേട്ടോ, ഉണ്ടാക്കി നോക്കണേ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഇലിയടകളും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് വരാൻ കേട്ടോ. ബൈ.